നിയുക്ത മേൽശാന്തി പ്രസാദ് നമ്പൂതിരി ശബരിമലയിലെത്തി. നട തുറന്നതിന് ശേഷം ഇരുമുടിക്കെട്ട് ഏന്തി 18-ാം പടി കയറി അദ്ദേഹം ഭഗവാന് മുന്നിലെത്തും. സന്ധ്യയ്ക്കാണ് സ്ഥാനാരോഹണ ചടങ്ങ്. ഭഗവാൻ നൽകിയ നിയോഗം പൂർണ്ണ സംതൃപ്തിയോടെ ഏറ്റെടുക്കുമെന്ന് പ്രസാദ് നമ്പൂതിരി ജനം ടിവിയോട് പറഞ്ഞു. സന്നിധാനത്ത് നിന്നും അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശബരിമല ഇനി വരുന്ന ഒരു വർഷത്തേക്കുള്ള മേൽശാന്തി പ്രസാദ് നമ്പൂതിരിയാണ്. അദ്ദേഹം ഇരുമുടി കെട്ടേന്തി സന്നിധാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ആ ചടങ്ങുകളിലേക്കൊക്കെ തന്നെ പോവുകയാണ്. എന്തായാലും നേരത്തെയൊക്കെ തന്നെ സംസാരിച്ച പോലെ തന്നെ ഒരു മുൻജന്മ ഭാഗ്യം അത് തന്നെയാണ് അത് ഇവിടെ വരെ എത്തിയിരിക്കുന്നത് അല്ലേ. വളരെ സന്തോഷം. അയ്യപ്പനെ പൂജിക്കാൻ കിട്ടിയൊരു അവസരം പൂർവ്വജന്മ സുഹൃതായിട്ട് തന്നെയാണ് കരുതുന്നത്. വളരെയധികം സന്തോഷത്തോടുകൂടി കർമ്മേറ്റെടുത്ത് എൻ്റെ കാര്യങ്ങൾ ഭഗവാന്റേതായ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തും. നിലവിൽ ഇനിയിപ്പോൾ ഉള്ള ചടങ്ങുകൾ എന്നുള്ളത് ഇനി 18-ാം പടി കയറി അതിനുശേഷം പുതിയ മേൽശാന്തിയായി സ്ഥാനാരോഹണം ചെയ്യുക, അതല്ലേ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ടത്. 18-ാം പടി കയറ്റി കലശം പൂജിച്ചാടൽ സ്ഥാനാരോഹണം നടത്തൽ തന്നെയാണ്. അത് കഴിഞ്ഞാൽ മൂലമന്ത്രം ഉപദേശിക്കുന്നൊക്കെയാണ് പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് അദ്ദേഹം തന്ത്രിയുക്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു വലിയ സന്തോഷം, അതോടൊപ്പം തന്നെ വലിയൊരു ആത്മവിശ്വാസം, അതൊക്കെ എങ്ങനെയാണ്? വളരെ സന്തോഷം. അയ്യപ്പൻ തിരഞ്ഞെടുത്തു, അയ്യപ്പൻ നയിക്കണു, അത്രയേ ഉള്ളൂ. എല്ലാം ഭഗവാനിലേക്കല്ലേ? അതെ അതെ അതെ, 100% അങ്ങനെ തന്നെ. അതിലൊന്നും വേറെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാനില്ല. എന്നെ തിരഞ്ഞെടുത്തു, എന്നോട് നയിക്കാൻ പറയണു, ഞാൻ നയിക്കണു, അദ്ദേഹം തന്നെ എൻ്റെ കൂടെ നിന്ന് നയിക്കണു. ഇപ്പം വലിയൊരു തിരക്ക് ഒക്കെ ഉണ്ട്. വരുന്ന മല കയറി എത്തുന്ന ഭക്തരോട് പറയാനുള്ളത് എന്താണ്? ഭഗവാനിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, അത്രേ പറയാനുള്ളൂ. അദ്ദേഹം കൂടെയുണ്ട്. തീർച്ചയാണ്, അത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഭഗവാനിലേക്ക് പൂർണ്ണമായും വിശ്വസിക്കുക, ഭഗവാൻ ഒപ്പമുണ്ട്. അതൊരു വലിയ സന്ദേശമാണ്. അത് തന്നെയാണ് നിയുക്ത മേൽശാന്തിക്കും പറയാനുള്ളത്. ക്യാമറമാൻ രഞ്ജിത്ത് മോഹനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, സന്നിധാനം.